ഒരു വണ്ടിയുടെ മറിഞ്ഞിറക്കുന്നുണ്ടല്ലോ. ഏട്ടാ അങ്ങോട്ട് പോവല്ലേ, ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായം ചെയ്യാലോ. ഏട്ടാ അങ്ങോട്ട് പോണ്ട, എനിക്ക് പേടിയാവുന്നുണ്ട്. നീ അവിടെ ഇരിക്കേ, ഞാൻ നോക്കിയിട്ട് ഇപ്പൊ വരാം. ഇവിടെ നിറച്ച് കുപ്പിച്ചുള്ളിയും ചളിയൊക്കെയാണ്. ഏട്ടാ ഇവിടെ നിൽക്കണ്ട, നമുക്ക് വേഗം പോവാം. അതൊന്നും എടുക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോവാം. ഇവിടെ മരിച്ചെടുക്കുന്ന ആൾക്കാരുടെ അഡ്രസ്സ് വല്ലത് ഈ ബാഗിൽ കാണും. പോകുന്ന വഴിക്ക് ഇത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് ഈ കാര്യം പറഞ്ഞു പോവാം. ഈ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലോ? നിക്ക് ഒരു മിനിറ്റ്, വേറെ ആരെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ നോക്കട്ടെ. ഹലോ, ആരാ? ഹലോ, അതേതായാലും ഒരു മനുഷ്യരൂപല്ല. ചിലപ്പോ അതിനെ കണ്ടിട്ടാണോ ആ വണ്ടി ആക്സിഡന്റ് ആയത്. ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. എന്നിട്ടേ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് പറഞ്ഞിട്ട് പോവാം. ഏട്ടാ, ഏതെങ്കിലും കട കാണുവാണെങ്കിൽ ഒന്ന് നിർത്തണേ. ഇവനെ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സമയത്ത് ഏത് കട തുറക്കാനാടോ? ചേട്ടാ, ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഇനിയും മുന്നോട്ട് പോകണം സാർ, ഒരു 5 കിലോമീറ്ററോളം. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഇതാ ഏട്ടാ, അവിടെ ഒരു കട കാണുന്നുണ്ട്. ഏട്ടാ, ഞാൻ ഇറങ്ങുന്നില്ല. ഏട്ടൻ പോയി കുറച്ച് പാല് തണുപ്പിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ വാങ്ങിച്ചിട്ട് വാ. ചായയല്ലേ? 2 കട്ടൻ, പിന്നെ കുറച്ച് പാല്, ഒരു ഗ്ലാസ് തണുപ്പിച്ച് തരണം. കുഞ്ഞിൻ്റെ കൊടുക്കാനാണോ സാറേ?
ആദ്യം ഇത് കുഞ്ഞിന് കൊടുക്ക്, അപ്പം ഞാൻ ചായ എടുക്കാം. കാവ്യ പാല്. സാറേ 2 ചായ. കാവ്യ ചായ. കാവ്യ അയ്യോ ഏട്ടാ, നമ്മുടെ കുഞ്ഞ്. പോലീസ് സ്റ്റേഷന്റെ ബോർഡ് കഴിഞ്ഞു പോയിട്ടോ. കുറച്ചും കൂടി പുറകോട്ട് പോകണം. വിഷ്ണുവേട്ടൻ വണ്ടി ഒന്ന് നിർത്തിക്കേ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിഷ്ണുവേട്ടൻ്റെ ഭാര്യയാവാന്നുള്ളത്. അത് നടന്നു. ദൈവം അത് സാധിച്ചു വന്നു. പിന്നീട് എനിക്ക് മാത്രമായി ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. ഏട്ടനറിയാലോ, ഉണ്ടായിരുന്നത് നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ടുള്ള മോഹങ്ങളായിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി നമ്മൾ എത്രയോ ഹോസ്പിറ്റലുകളിൽ പോയി, ഒരുപാട് അമ്പലങ്ങളിൽ പോയി. അവസാനം കുഴപ്പമൊക്കെ എൻ്റെയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചുപോയി. വിഷ്ണുവേട്ടൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത എന്നെ വിഷ്ണുവേട്ടൻ വെറുക്കുമെന്ന്. പക്ഷേ വിഷ്ണുവേട്ടൻ എന്നെ തനിച്ചൊന്നിരിക്കാനോ കരയാനോ സമ്മതിക്കാതെ സ്നേഹം വാരിക്കോരി തന്നുകൊണ്ടേയിരുന്നു. ഞാനൊരു ആഗ്രഹം ഏട്ടനോട് പറയട്ടെ. നമ്മളിവിടെ വന്നതും ഈ കുഞ്ഞിനെ എടുത്തതൊന്നും ആരും കണ്ടിട്ടില്ല. അവിടെ മരിച്ചു കിടക്കുന്നത് ഇവന്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ ഇവനെ ഇനി മുതൽ വളർത്താൻ ദൈവം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലോ? കാവ്യ, എന്തൊക്കെയാണ് നീ പറഞ്ഞു തരുന്നത്? ഈ കുഞ്ഞിനെടുക്കുന്നത് അവിടെ ആരും കണ്ടില്ലെങ്കിലും മുകളിലെ ആൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നമുക്ക് മറിച്ചൊന്ന് ചിന്തിച്ചൂടെ ഏട്ടാ? ആ മുകളിലുള്ള ആള് തന്നെയല്ലേ ഈ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ വെച്ചെന്നത്? അതിൽ എത്ര വാഹനങ്ങൾ കടന്നുപോയി കാണും? നമുക്ക് മാത്രല്ലേ ഈ കുഞ്ഞിനെ കാണിച്ചു തന്നത്? ഇവൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ ഞാൻ മരണം വരെ കാണും. എനിക്കിനി വേണ്ടത് ഇവൻ അച്ഛാന്ന് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ വിഷ്ണുവേട്ടനും ഉണ്ടാവണം. മറിച്ചൊന്നും പറയല്ലേ വിഷ്ണുവേട്ടാ, നമുക്ക് പോവാം.